നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പിണറായി വിജയന് ശേഷം ഒരു ഈഴവനും കേരളത്തിൽ മുഖ്യമന്ത്രിയാകില്ല. വെള്ളാപ്പള്ളിയുടെ പ്രാക്കും കേട്ട് വെടി തീർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കാന്തപുരത്തെ ചൊറിഞ്ഞ് 10 ഡയലോഗ് അടിച്ചു വന്ന വെള്ളാപ്പള്ളി നടേശൻ ശരിക്കും താങ്ങിയത് ഇപ്പോൾ പിണറായിക്കിട്ടാണോ എന്ന് ഒരു സംശയം. സ്കൂൾ സമയമാറ്റത്തിലും സൂംബ ഡാൻസിലും കാന്തപുരം പറയുന്നത് നോക്കി ഭരിച്ചാൽ മതി എന്ന നിലയിലേക്ക് എത്തിയെന്ന് വെള്ളാപ്പള്ളി കഴിഞ്ഞ ദിവസം വിമർശിച്ചിരുന്നു. കാന്തപുരത്തെ തൊട്ടാലും വെള്ളാപ്പള്ളി പിണങ്ങിയാലും പിണറായിക്കാണ് തട്ടുകേട്. വെള്ളാപ്പള്ളിയുടെ പരാമർശം വലിയ വിവാദമായതിനു ശേഷം ഇപ്പോൾ അതിന് മറുപടിയുമായിട്ടാണ് വെള്ളാപ്പള്ളി നടേശൻ വീണ്ടും വന്നത്. പക്ഷേ അത് പിണറായിക്ക് മൂട്ടിൽ പൊട്ടുന്ന വെടിയുമായിട്ടാണ്. കുറച്ചു കാലമായി വെള്ളാപ്പള്ളി കലി കയറി നിൽക്കുകയാണ്. വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞ് എയറിൽ കയറുന്നത് പതിവുമാണ്. ഇത്തവണ കടന്ന കൈ പ്രയോഗങ്ങളുമായാണ് രംഗപ്രവേശം. കാന്തപുരത്തെയും മുസ്ലിം സംഘടനകളെയും നേരിട്ട് ഉന്നം വെച്ച് തെറി വിളിക്കുകയായിരുന്നു. തന്നെ വേട്ടയാടുന്ന സ്ഥിതിവിശേഷം നിലനിൽക്കുന്നു എന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി കാന്തപുരം എന്ത് കുന്തമെടുത്തെറിഞ്ഞാലും ഞാൻ പറയാനുള്ളത് പറയും എന്നാണ് കട്ടയ്ക്ക് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പാവങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നവനാണ്, പണക്കാർക്ക് എന്നെ ഇഷ്ടമല്ല. സംഘടിത വോട്ട് ബാങ്ക് സമുദായങ്ങൾ പടർന്നു പന്തലിച്ചു. അസംഘടിത സമുദായം തകർന്ന് താഴെ വീണെന്നും വെള്ളാപ്പള്ളി അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. വെള്ളാപ്പള്ളി ഇങ്ങനെ ഒരു പ്രസ്താവന പറഞ്ഞതിന് സോഷ്യൽ മീഡിയയിൽ നല്ല തെറിവിളിയും ട്രോളും വരുന്നുണ്ട്. കാരണം വെള്ളാപ്പള്ളി പറഞ്ഞു വെച്ചിരിക്കുന്നത് അമ്മാതിരി കാര്യങ്ങളാണല്ലോ. ഞാൻ പാവങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്നു എന്നൊക്കെയാണ് വെള്ളാപ്പള്ളി പറയുന്നത്. ഏത് പാവങ്ങൾക്ക് വേണ്ടിയാണ് വെള്ളാപ്പള്ളി ഇതുവരെ നിലകൊണ്ടത് എന്നുള്ള ചോദ്യമാണ് സോഷ്യൽ മീഡിയ ഉയർത്തുന്നത്. വെള്ളാപ്പള്ളി രൂക്ഷ വിമർശനങ്ങളാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അതിങ്ങനെയാണ്: വർഗീയത പരത്തുന്നതിന് എനിക്കെതിരെ കേസെടുത്തോളൂ എന്നാണ് വെള്ളാപ്പള്ളി വെല്ലുവിളിച്ചിരിക്കുന്നത്. ഞാനാണോ ഇവിടെ വർഗീയത പരത്തുന്നത്? എൻ്റെ സമുദായത്തിന് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ ഇടതും വലതും ഒന്നാകും. ശേഷം എല്ലാവരും കൂടി തന്നെ കടന്നാക്രമിക്കുകയാണ് ചെയ്യുന്നതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ഇവർ ചെയ്യുന്നതിനെല്ലാം മിണ്ടാതെ നിന്നാൽ അത് മതസൗഹാർദ്ദം. എന്തെങ്കിലും പറഞ്ഞാൽ മതവിദ്വേഷമാണെന്നാണ് ആക്ഷേപിക്കുന്നതെന്നും വെള്ളാപ്പള്ളി അഭിപ്രായപ്പെട്ടു. കേരളത്തിൽ സാമ്പത്തിക സാമൂഹിക സർവേ നടത്തണമെന്നും വെള്ളാപ്പള്ളി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ കസേരയിൽ നിന്ന് മറ്റൊരു കസേരയിലേക്ക് ചാടുകയല്ല എൻ്റെ ധർമ്മം. ഭൂരിപക്ഷ ന്യൂനപക്ഷ വ്യത്യാസമില്ലാതെ സാമൂഹിക നീതി നടപ്പാക്കണ്ടേ എന്നും വെള്ളാപ്പള്ളി ചോദിച്ചു. സത്യം തുറന്നു പറഞ്ഞാൽ എൻ്റെ കോലം കത്തിക്കുന്നു. കോലം കത്തിച്ചാലും എൻ്റെ നിലപാട് മാറില്ല. ഞാൻ തീയിൽ കുരുത്തവൻ, വെയിലത്ത് വാടില്ല. മുസ്ലിം സമുദായത്തോട് ഒരു വിരോധവും ഇല്ല എന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു. നമ്മൾ തുറന്നു പറഞ്ഞാൽ ജാതി, മറ്റുള്ളവർ പറഞ്ഞാൽ നീതി എന്നും വെള്ളാപ്പള്ളി വിമർശന രൂപേണ പറഞ്ഞു. മലപ്പുറം ജില്ലയിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം പോലും നമുക്കില്ല. മുട്ടാളന്മാരുടെ മുമ്പിൽ മുട്ടുമടക്കില്ല. ക്രിസ്ത്യാനിയും മുസ്ലിമും നായരും നന്നായി ജീവിക്കണം. മുസ്ലിങ്ങൾക്കിടയിൽ പല കാര്യങ്ങളിൽ തർക്കമുണ്ടെങ്കിലും സമുദായ കാര്യങ്ങൾ വരുമ്പോൾ അവർ ഒന്നിക്കും. മുസ്ലിം ലീഗ് മതേതര പാർട്ടിയാണെന്ന് പറയുന്ന നിലവരെ എത്തിയിരിക്കുകയാണെന്നും വെള്ളാപ്പള്ളി വിമർശിച്ചു. ഇവിടെ ജനാധിപത്യം മരിച്ചു, മതാധിപത്യത്തിലേക്ക് നമ്മൾ എത്തി. അന്നവസ്ത്രാദി മുട്ടാതെ എന്ന ഗുരുവചനത്തിന് അന്നത്തിൽ വസ്ത്രം മുട്ടാതെ കഴിക്കണം എന്ന് വ്യാഖ്യാനം വരുന്ന കാലമാണിതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ഒരു ഈഴവനെയും ഇവിടെ വളരാൻ അനുവദിക്കുന്നില്ല. കേരളത്തിൽ ആർ ശങ്കറിനെയും VS അച്യുതാനന്ദനെയും ഗൗരി അമ്മയെയും ആക്രമിച്ചില്ലേ എന്നും വെള്ളാപ്പള്ളി ചോദിച്ചു. പിണറായി വിജയന് ശേഷം ഇനി ഒരു 100 കൊല്ലത്തേക്ക് ഒരു ഈഴവൻ കേരളത്തിൽ മുഖ്യമന്ത്രിയാകില്ല എന്ന് തനിക്ക് തോന്നുന്നു എന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. നവോത്ഥാന സംരക്ഷണ സമിതിയിൽ നിന്ന് ഞാൻ രാജിവെക്കണമെന്ന ആവശ്യത്തോടും വെള്ളാപ്പള്ളി രൂക്ഷമായി പ്രതികരിച്ചു. ഇവരുടെ അപ്പന്മാരല്ല എന്നെ അവിടെ കൊണ്ടിരുത്തിയത്, പറയുമ്പോൾ രാജിവെക്കാൻ എന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്. താൻ പറയുന്ന സാമൂഹ്യ സത്യങ്ങൾ ഉൾക്കൊള്ളണമെന്നും വെള്ളാപ്പള്ളി ആവശ്യപ്പെട്ടു. കാന്തപുരത്തെ വിമർശിച്ചു വന്ന വെള്ളാപ്പള്ളിക്ക് മറുപടിയുമായി ഗോകുലം ഗോപാലനും രംഗത്ത് വന്നിരുന്നു. പ്രമുഖ ഇസ്ലാം മത പണ്ഡിതൻ കാന്തപുരം AP അബൂബക്കർ മുസലിയാർ മനുഷ്യസ്നേഹത്തിന്റെ കേരള മാതൃകയാണ്. ജാതിക്കും മതത്തിനും അപ്പുറത്തെ മാനവികതയാണ് കാന്തപുരം ഉയർത്തിപ്പിടിച്ചത്. നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെക്കുന്നതിൽ കാന്തപുരം ഉസ്താദ് നടത്തിയ പ്രവർത്തനം രാജ്യത്തിന് തന്നെ ആശ്വാസം പകർന്നിട്ടുണ്ട്. കാന്തപുരത്തെ അവഹേളിക്കാനുള്ള ചിലരുടെ ശ്രമങ്ങൾ മതസൗഹാർദ്ദത്തിന് നേരെയുള്ള വെല്ലുവിളിയാണ്. മതേതരവാദികൾ എല്ലാം കാന്തപുരം ചെയ്ത നല്ല കാര്യത്തിനൊപ്പമാണ് എന്ന കാര്യം തിരസ്കരിക്കരുതെന്നും ഗോകുലം ഗോപാലൻ പറഞ്ഞത് വെള്ളാപ്പള്ളിക്കുള്ള മറുപടിയാണ്. ഇതിനിടെ കേരളം വൈകാതെ മുസ്ലിം ഭൂരിപക്ഷ നാടായി മാറുമെന്ന വിവാദ പ്രസ്താവനയ്ക്കിടെ രാഷ്ട്രീയ ഭേദമന്യേ വെള്ളാപ്പള്ളി നടേശനെ പ്രശംസിച്ച് നേതാക്കൾ രംഗത്ത്. SNDP കൊച്ചി യൂണിയൻ വെള്ളാപ്പള്ളി നടേശന് ഒരുക്കിയ ആദരവ് പരിപാടിയിലാണ് നേതാക്കളുടെ പുകഴ്ത്തൽ വന്നത്. സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിൽ നിർഭയം നിലപാട് പറയുന്ന നേതാവാണ് വെള്ളാപ്പള്ളിയെന്ന് മന്ത്രി VN വാസവൻ പ്രശംസിച്ചത്.
നിർഭയം നിലപാട് പറയുന്ന നേതാവാണെന്നും വെള്ളാപ്പള്ളിയുടേത് ഉത്തരവാദിത്ത ബോധത്തിലൂന്നിയ പ്രവർത്തനമാണെന്നും VN വാസവൻ പറഞ്ഞത്. പറയാനുള്ളത് ആരുടെയും മുഖത്ത് നോക്കി പറയുന്ന നേതാവാണ് VN വാസവനെന്ന് ഹൈബി ഈഡൻ MP-യും ഒന്ന് പുകഴ്ത്തി. കഴിഞ്ഞ 3 പതിറ്റാണ്ടായി ഏറ്റവും വേട്ടയാടപ്പെട്ട നേതാവാണ് വെള്ളാപ്പള്ളിയെന്ന് കോൺഗ്രസ് നേതാവ് K. ബാബു MLA പറഞ്ഞത്. SNDPക്ക് നിലയും വിലയും ഉണ്ടാക്കിക്കൊടുത്ത നേതാവാണ് വെള്ളാപ്പള്ളി നടേശനെന്നും ബാബു പറഞ്ഞു. കൊച്ചി മേയറും CPIM നേതാവുമായ M. അനിൽകുമാർ, കോൺഗ്രസ് നേതാവ് ഡൊമിനിക് പ്രസന്റേഷൻ തുടങ്ങിയവരും പ്രശംസയുമായി എത്തിയിരുന്നു. കേരളം വൈകാതെ മുസ്ലിം ഭൂരിപക്ഷ നാടായി മാറുമെന്നായിരുന്നു വെള്ളാപ്പള്ളി പറഞ്ഞത്. വെള്ളാപ്പള്ളി വിവാദ പരാമർശം നടത്തിയിട്ടും ഒരു വേദിയിൽ വെള്ളാപ്പള്ളിയെ കിട്ടിയപ്പോൾ ചേർത്ത് പിടിച്ച് പുകഴ്ത്തലാണ് നേതാക്കന്മാർ എല്ലാവരും കൂടി ചെയ്തത്. മുസ്ലിം ഭൂരിപക്ഷമായി ഇവിടെ മാറുമെന്ന് മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനും നേരത്തെ പറഞ്ഞിരുന്നു. അതിന് 40 വർഷം വേണ്ടി വരില്ല. കേരളത്തിൽ ജനാധിപത്യമല്ല നടക്കുന്നത് എന്നും വെള്ളാപ്പള്ളി കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇതിൽ മതപരമായ വിഷയത്തിൻ്റെ കാര്യത്തിലേക്ക്, അതായത് സ്കൂൾ വിഷയത്തിൽ മതം കലർത്തേണ്ട കാര്യമില്ല. വെള്ളാപ്പള്ളി പറഞ്ഞ ആ ഒരു പോയിന്റിനോട് യോജിക്കുന്നു. കാരണം സ്കൂൾ വിഷയത്തിലൊക്കെ കയറി നിലപാട് പറയാൻ ഒരു മതസംഘടനകൾക്കും, അത് മുസ്ലിങ്ങളുടേതെന്നല്ല, ക്രിസ്ത്യൻ സംഘടനകളല്ല, ഹിന്ദുക്കൾ, ഒരു സംഘടനകൾക്കും അധികാരമില്ല. വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സർക്കാരാണ് തീരുമാനിക്കുന്നത്, വകുപ്പ് മന്ത്രിയാണ് തീരുമാനിക്കുന്നത്. മതപഠനത്തിന് സമയം കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ സമയം മാറ്റിവെക്കണം, കുട്ടികളുടെ സ്കൂൾ സമയം മാറ്റിവെക്കണം എന്നൊക്കെ പറയുന്ന നിലപാടിനോട് യോജിക്കാൻ ഒരു തരത്തിലും കഴിയില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.